കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭഗവാൻ പരമശിവൻ്റെ ത്രിപുരാസുര വധം കേട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് മഹാവിഷ്ണുവിൻ്റെ മത്സ്യ അവതാര കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കഥകളും, അതായത് മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര കഥയും പരമേശ്വരൻ്റെ ത്രിപുരാന്തക വധം, ആ കഥയും എല്ലാവരും ഇന്നത്തെ ദിവസം തന്നെ കേട്ടു പ്രാർത്ഥിക്കണം. അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. നമുക്ക് കഥയിലേക്ക് കടക്കാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് താരകാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. താരകാസുരൻ മരണപ്പെട്ടു. അവരുടെ മക്കൾ 3 മക്കളും വലിയ ശിവഭക്തരായിരുന്നു, വലിയ പരാക്രമശാലികളും ബലവാന്മാരും ആയിരുന്നു. ആ 3 പേരും കൂടി എന്തു ചെയ്തു? തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. ആരെ? ബ്രഹ്മാവിനെ കഠിനമായ തപസ് അനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരോട് എന്തു വരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മദേവനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഈ അസുരന്മാർ ചോദിക്കുകയാണ്, ബ്രഹ്മദേവ, അങ്ങ് പരമദയാലുവാണ്. ഞങ്ങളെ അങ്ങയുടെ ഭക്തന്മാരായി കരുതിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അങ്ങ് വരം നൽകുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം അങ്ങ് നൽകണം. എന്നിട്ട് പറയുകയാണ്, എന്താണ് ആവശ്യം എന്ന് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കൊരിക്കലും മരണം ഉണ്ടാകരുത്. ഒരു ജീവികളാലും ഞങ്ങൾ 3 പേരും വധിക്കപ്പെടരുത്. ഞങ്ങൾക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകരുത്. ഞങ്ങൾക്ക് ജരാനരകൾ ബാധിക്കരുത്. ഇതാണ് വരം ചോദിച്ചത്. ഞങ്ങൾ 3 പേർക്കും ഈ വരം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ ഒന്ന് പേടിച്ചു. ഇവരെന്താണ് ചോദിക്കുന്നത്? ഉടൻ തന്നെ അദ്ദേഹം ഒരു നിമിഷം പരമേശ്വരനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു. ആര്? ബ്രഹ്മദേവൻ. എന്നിട്ട് ബ്രഹ്മദേവൻ അവരോട് പറയുകയാണ്, അല്ലയോ അസുരന്മാരെ, അമരത്വം ആർക്കും നൽകാൻ സാധിക്കുകയില്ല. ജനിച്ചാൽ എന്നായാലും നമ്മൾ മരിച്ചേ മതിയാകും. അത് ലോക നിയമമാണ്. അതിനാൽ നിങ്ങൾ മറ്റെന്തെങ്കിലും വരം ചോദിച്ചോളൂ, ഇതെനിക്ക് നൽകാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഈ അസുരന്മാർ 3 പേരും അല്പനേരം ആലോചിച്ചു. എന്നിട്ട് അവർ 3 പേരും കൂടി ഒരു ആലോചനയൊക്കെ നടത്തിയതിനു ശേഷം ബ്രഹ്മാവിനോട് പറയുകയാണ്, സർവ പ്രാണികളുടെയും സൃഷ്ടികർത്താവായ അല്ലയോ ബ്രഹ്മദേവ, ഞങ്ങൾ പ്രബലന്മാരും പരാക്രമികളും ആണ് എങ്കിലും ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി പാർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭവനമില്ല. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി 3 പുരങ്ങൾ നിർമ്മിച്ചു തരണം. അത് അത്ഭുതങ്ങളും സകല സമ്പത്തുക്കളും നിറഞ്ഞതും ദേവന്മാർക്ക് പോലും തകർക്കാൻ കഴിയാത്തതും ആയിരിക്കണം. അവ സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ചതാകണം. ആ പുരങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങൾ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളാം. പുരങ്ങൾ 3 ഒരേ സമയത്ത്, അതായത് മധ്യാഹ്നത്തിൽ, അതായത് ഉച്ചസമയത്ത്, അഭിജിത്ത് മുഹൂർത്തത്തിൽ, ചന്ദ്രൻ പുഷ്യം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനത്ത് ഒരുമിച്ച് കൂടുകയും ആകാശത്ത് നീലമേഘങ്ങൾക്കുമേൽ നിന്നുകൊണ്ട് ഇവ ഒന്നിനുമേൽ ഒന്നായി ലോകദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയും വേണം. പിന്നീട് പുഷ്കരാവർത്തം എന്നു പേരുള്ള കാളമേഘങ്ങൾ വർഷിക്കും. അന്ന് ഈ നഗരങ്ങൾ അന്യോന്യം കൂട്ടിമുട്ടി ഒന്നായി ചേരണം. ആ സമയത്ത് ഭഗവാൻ ചന്ദ്രശേഖരൻ സകല സാമഗ്രികളോടുകൂടിയും അസംഭവ്യവുമായ രഥത്തിൽ ഇരുന്നു കൊണ്ട് വിലമതിക്കാനാകാതെ ഒരൊറ്റ അമ്പുകൊണ്ട് പുരങ്ങളെ തകർത്തു കൊള്ളട്ടെ. അപ്പോൾ മാത്രമേ
ഞങ്ങൾക്ക് മരണം സംഭവിക്കാവോ എന്ന് ഒരു വരം അങ്ങ് ചോദിച്ചു. അതായത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുവാൻ 3 പുരങ്ങൾ വേണം. ആ 3 പുരങ്ങൾ മറ്റാർക്കും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അഥവാ ഇവരെ വധിക്കണമെങ്കിൽ ആർക്ക് മാത്രമേ സാധിക്കാവൂ? മഹേശ്വരന് മാത്രമേ സാധിക്കാവൂ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സാമാന്യമായ ഒരു പൊരുൾ. പരമശിവഭക്തരായ അവരുടെ മനസ്സിൽ ഭഗവാൻ ശങ്കരൻ ഒരിക്കലും തങ്ങളെ വധിക്കില്ല, തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭക്തരാണ് എന്നുള്ള ചിന്തയുണ്ട്. അതിനാലാണ് ഇങ്ങനെയൊരു വരം അവർ ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ ബ്രഹ്മദേവൻ അല്പനേരം ഭഗവാൻ മഹേശ്വരനെ ഒന്ന് മനസ്സിൽ വന്ദിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള വരം ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതിനുശേഷം അസുരശില്പിയായ മയനെ വിളിച്ചിട്ട് ഇങ്ങനെ ആജ്ഞാപിക്കുകയാണ്, ഹേ മയ, ഇവർക്ക് സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ കൊണ്ടുള്ള 3 പുരങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം ബ്രഹ്മദേവൻ ആ അസുരശില്പിക്ക് നൽകിയതിനു ശേഷം സത്യലോകത്തിലേക്ക് അപ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ധൈര്യവാനായ മയൻ തൻ്റെ തപോബലത്താൽ ഉത്തമങ്ങളായ 3 പുരങ്ങൾ നിർമ്മിച്ചു. ഒന്ന് സ്വർണം കൊണ്ട് സ്വർഗത്തിലും, മറ്റൊന്ന് വെള്ളി കൊണ്ട് ആകാശത്തിലും, മൂന്നാമത്തേത് ഇരുമ്പ് കൊണ്ട് ഭൂമിയിലും പണിതു. അതിനുശേഷം മുറയനുസരിച്ച് 3 നൽകി. എന്നിട്ട് സ്വയം അതിനുള്ളിൽ പ്രവേശിച്ചു. ഈ ത്രിപുരങ്ങൾക്ക് എവിടെയും സഞ്ചരിക്കുവാനുള്ള ശക്തിയുണ്ടായിരുന്നു. പുരങ്ങളിൽ അസുരന്മാരെല്ലാം സുരക്ഷിതമായി പാർക്കുകയും ചെയ്തു. അങ്ങനെ ത്രിപുരങ്ങളുടെ നിയന്ത്രണം മഹാബലിപുത്രനായ ബാണാസുരനെ ഏൽപ്പിക്കുകയും ചെയ്തു. 3 പുരങ്ങളും ലഭിച്ചതോടുകൂടി പ്രബലന്മാരായി തീർന്നു താരകപുത്രന്മാർ. ആ പുരത്തിൽ താമസിച്ചുകൊണ്ട് സകല സുഖങ്ങളും അവർ അനുഭവിച്ച് പോന്നു. ആ നഗരങ്ങൾ കൽപ്പവൃക്ഷങ്ങളെ കൊണ്ടും അനേകം ആനകളെ കൊണ്ടും കുതിരകളെ കൊണ്ടും നിറഞ്ഞതായിരുന്നു. അങ്ങനെ എല്ലാ സമ്പത്തുകളും ഐശ്വര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ 3 പേരും ആ പുരത്തിലിങ്ങനെ ആ പുരങ്ങളിൽ താമസിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിവഭക്തരായ ആ അസുരന്മാർക്ക് വളരെയധികം അഹങ്കാരമുണ്ടാവുകയും അവർ ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവരായി മാറുകയും ചെയ്തു. അങ്ങനെ അവർ ത്രിലോകവാസികളെ പല വിധത്തിലും പല തരത്തിലും പീഡിപ്പിച്ച് രസിച്ചു. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. ദേവന്മാർ അസുരന്മാരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവനാണല്ലോ ഇങ്ങനെ വരമൊക്കെ നൽകി അവർക്ക് പുരമൊക്കെ നിർമ്മിച്ചു കൊടുത്ത് ഇങ്ങനെ അവരെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ സങ്കടങ്ങളെല്ലാം ബ്രഹ്മദേവൻ്റെ മുമ്പിൽ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ദേവന്മാരെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഞാൻ അവർക്ക് വരം നൽകി, ശരി തന്നെ. പക്ഷേ അവരെ വധിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് മഹേശ്വരനെ അഭയം പ്രാപിക്കുക. അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് ബ്രഹ്മദേവൻ ഈ ദേവന്മാരോട് പറയുകയും അതിനുശേഷം ദേവന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ബ്രഹ്മദേവൻ തന്നെ കൈലാസത്തിലെത്തി പരമേശ്വരനെ കണ്ട് കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. എല്ലാം കേട്ടു മഹേശ്വരൻ. പക്ഷേ മഹേശ്വരൻ പറഞ്ഞു, എനിക്ക് അവരെ വധിക്കുവാൻ സാധിക്കുകയില്ല. അവർ ഭക്തരാണ്, എൻ്റെ ഭക്തരെ ഞാനങ്ങനെ വധിക്കുകയില്ല എന്ന് മഹേശ്വരൻ തീർത്തു പറഞ്ഞു. കാരണം ഇവർ ലോകത്തിന് ഉപദ്രവമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യമായി അവർ ശിവപൂജ ചെയ്യുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭക്തവത്സലനായ മഹേശ്വരന് അവരെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അവരെൻ്റെ ഭക്തരാണ്, ആ നിലയ്ക്ക് അവരെ വധിക്കുവാൻ എനിക്കെങ്ങനെ സാധിക്കും? മിത്രദ്രോഹത്തേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യം അറിയാവുന്നതല്ലേ. അതിനാൽ നിങ്ങൾ പോയി മഹാവിഷ്ണുവിനെ കാണണം, അദ്ദേഹം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും എന്ന് മഹേശ്വരൻ ഈ ബ്രഹ്മദേവനോടും ദേവന്മാരോടും പറഞ്ഞു. ഇവരെല്ലാം കൂടി എവിടെ പോയി? വൈകുണ്ഠത്തിൽ പോയി. അങ്ങനെ മഹാവിഷ്ണുവിനെ കണ്ടു. കൈകൂപ്പി തൊഴുതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വൈകുണ്ഠപതിയായ ശ്രീഹരിയും ദേവന്മാരുടെ അപേക്ഷ നിരസിച്ചു.
ശിവഭക്തനാണ് താരകാസുരൻ്റെ പുത്രന്മാർ. അവർ കൃത്യമായി പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്, അസുരന്മാരെ സംരക്ഷിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ചില ഉപദ്രവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ പൂജകളും കർമ്മങ്ങളുമൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. ശിവഭക്തരെ ഞാൻ വധിക്കുകയില്ല എന്ന് മഹാവിഷ്ണുവും തീർത്ത് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ നിരാശാജനകമായ മറുപടി കേട്ട് ദേവന്മാർക്ക് ദുഃഖം സഹിക്കുവാൻ പറ്റിയില്ല. ഇനി എന്തു ചെയ്യും? ആര് ഞങ്ങളെ രക്ഷിക്കും? മഹാവിഷ്ണുവും കൈവെടിഞ്ഞു, പരമേശ്വരനും കൈവെടിഞ്ഞു. അങ്ങനെ അവർ ദുഃഖം സഹിക്കവയ്യാതായപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, വിഷ്ണുദേവ, അങ്ങ് ഇങ്ങനെ കൽപ്പിച്ചാൽ ഞങ്ങളുടെ ദുഃഖം എങ്ങനെ മാറാനാണ്? ഞങ്ങളെ ആര് സംരക്ഷിക്കും? ഞങ്ങൾ എന്തു ചെയ്യും? ഇങ്ങനെയൊക്കെ മഹാവിഷ്ണുവിനോട് കരഞ്ഞുകൊണ്ട് ദേവന്മാർ ചോദിക്കുന്നു. അങ്ങനെ ദേവന്മാരുടെ ദുഃഖം കണ്ടപ്പോൾ ശ്രീഹരിക്ക് വിഷമമായി. അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കുകയാണ്, ശിവഭക്തന്മാരായ അവരെ വധിക്കുവാൻ എന്താണ് മാർഗം? ഉടൻ തന്നെ മഹാവിഷ്ണു ആരെ സ്മരിച്ചു? യജ്ഞങ്ങളെ സ്മരിച്ചു. അപ്പോൾ തന്നെ യജ്ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് മടങ്ങിപ്പോയി പരമേശ്വരനെ ധ്യാനിക്കുക എന്നും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഞാൻ ആലോചിച്ച് ചെയ്തു കൊള്ളാമെന്നും ഉപദേശിച്ച് അവരെ മടക്കി അയച്ചു. അതനുസരിച്ചിട്ട് ദേവന്മാർ ഭഗവാൻ മഹേശ്വരനെ സ്തുതിച്ചു. യജ്ഞത്തിനു പറഞ്ഞിട്ടുള്ള വിധി അനുസരിച്ച് യജ്ഞപുരുഷനെയും ആരാധിച്ചു. ഉടൻ തന്നെ ആ യജ്ഞകുണ്ഡത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഭൂതങ്ങൾ ഉണ്ടാവുകയും അവർ കൈകളിൽ വേൽ, ഗദ, ശൂലം എന്നീ ആയുധങ്ങൾ അണിഞ്ഞ് വരികയും ചെയ്തു. അവർ മഹാവിഷ്ണുവിനെ കണ്ട് പ്രണമിച്ചു. വിഷ്ണു ആ ഭൂതങ്ങളെ ത്രിപുരങ്ങൾ നശിപ്പിക്കുവാനായിട്ട് നിയോഗിച്ചു. വിഷ്ണുവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് അവർ ത്രിപുരങ്ങൾ തകർക്കുന്നതിനായി അവിടേക്ക് പോവുകയും എന്നാൽ പുരങ്ങളുടെ തേജസ്സിനാൽ ഭൂതഗണങ്ങൾ ഒന്നൊന്നായി കത്തിച്ചാമ്പലാവുകയും ചെയ്തു. ശേഷിച്ചവർ ഭയന്നോടി മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് സകല കാര്യങ്ങളും ധരിപ്പിച്ചു. നിരാശനായി മഹാവിഷ്ണു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. ശങ്കരപൂജയും വ്രതാനുഷ്ഠാനവും കൊണ്ട് ത്രിപുരന്മാർ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടിയവരായതിനാൽ അവർക്ക് നാശം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. അസുരന്മാരെ നശിപ്പിക്കണമെങ്കിൽ ഇനി ഒരു മാർഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അവരുടെ ധർമ്മം നശിപ്പിക്കുക. അതിനെന്താണ് ഉപായം എന്ന് ശ്രീഹരി ആലോചിച്ചു. അതിനുശേഷം ഭഗവാൻ അതിതേജസ്വിയായ ഒരു പുരുഷനെ സൃഷ്ടിച്ചു. തല മുണ്ഡനം ചെയ്തവനും ജീർണ വസ്ത്രധാരിയുമായ അയാൾ കയ്യിൽ ഒരു ഭിക്ഷാപാത്രവും മറുകൈയിൽ ചൂലും പിടിച്ചിരുന്നു. അയാൾ മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് കൈകൂപ്പി ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മഹാപ്രഭോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പേരെന്താണ്? അങ്ങ് എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ സ്ഥാനം എവിടെയാണ്? ഇങ്ങനെ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ നീ ഇന്നു മുതൽ അരിഹൻ എന്ന പേരിൽ അറിയപ്പെടും. അതിബുദ്ധിമാനായ നിനക്ക് പലതരം മായകൾ സിദ്ധിക്കും. നീ ഉടൻ തന്നെ ത്രിപുരവാസികളെ സമീപിച്ച് അവരെ നിന്റെ മായ കൊണ്ട് മോഹിപ്പിക്കുക. അങ്ങനെ അവർ ധർമ്മം വെടിയുകയും നശിക്കുകയും ചെയ്യണം. അപ്പോൾ നീ കലിയുഗം വരുന്നതും കാത്ത് മരുഭൂമിയിൽ സ്വധർമ്മത്തോടെ നിൽക്കണം. നിനക്ക് ശിഷ്യന്മാരും ഉപശിഷ്യന്മാരും ധാരാളം ഉണ്ടാകും. എൻ്റെ ആജ്ഞ അനുസരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല, നല്ലതു മാത്രമേ വരൂ. ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് മഹാവിഷ്ണു അന്തർധാനം ചെയ്തു. അത് കേട്ടതും അദ്ദേഹം, അതായത് ഭഗവാൻ സൃഷ്ടിച്ച ആ പുരുഷൻ അരിഹൻ,
തന്നെ പോലെ തന്നെ 4 ശിഷ്യന്മാരെ കൂടി സൃഷ്ടിച്ചു. അവരെ ധാരാളം മായാസ്ത്രങ്ങൾ പഠിപ്പിച്ചു. അവർ 4 പേരും ഒരു തുണ്ടു വസ്ത്രവും ധരിച്ച് പാത്രവും കയ്യിലേന്തി മലിനവസ്ത്രങ്ങളുമായി ധർമ്മമാണ് ലാഭം, പരമമാണ് തത്വം എന്ന് പുലമ്പിക്കൊണ്ട് ചൂലും കയ്യിൽ പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടന്ന് തുടങ്ങി. 4 പേരും കൂടി അങ്ങനെ ത്രിപുരത്തിലെത്തി. അങ്ങനെ ഇവർ പറയുന്ന കാര്യം, അതായത് ധർമ്മമാണ് ലാഭം, പരമമാണ് തത്വം, ഇങ്ങനെ പറഞ്ഞു നടന്നു ഈ ഒരു വാചകം പ്രചരിപ്പിച്ചു തുടങ്ങി. എന്നാൽ മഹേശ്വരൻ്റെ അനുഗ്രഹം ധാരാളം സിദ്ധിച്ചിരുന്ന ഈ അസുരന്മാരെ മായ കൊണ്ട് നശിപ്പിക്കുവാൻ മഹാവിഷ്ണു സൃഷ്ടിച്ച ആ പുരുഷനും ആ പുരുഷൻ സൃഷ്ടിച്ച മറ്റുള്ളവർക്കും സാധിച്ചില്ല. അങ്ങനെ നിരാശരായി അവർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. അങ്ങനെ ഭഗവാൻ ഉടൻ തന്നെ നാരദനെ സ്മരിച്ചു. നാരദൻ എത്തിച്ചേർന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ മഹാവിഷ്ണു നാരദനോട് പറയുകയാണ്, അല്ലയോ ദേവർഷേ, താരകാസുരൻ്റെ പുത്രന്മാർ കാട്ടിക്കൂട്ടുന്ന അക്രമം മൂലം ദേവഗണങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവും മഹേശ്വരനുമെല്ലാം നിസ്സഹായരായി മാറി നിൽക്കുകയാണ്. പക്ഷേ നമുക്കങ്ങനെ മിണ്ടാതിരിക്കുവാൻ സാധിക്കുമോ? നാം ഇപ്പോൾ അരിഹനെയും ശിഷ്യന്മാരെയും മായ പ്രചരിപ്പിക്കുന്നതിനായി അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. പക്ഷേ മഹാദേവൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് അസുരന്മാർ. അതുകൊണ്ട് അവരെ മായ കൊണ്ട് മോഹിപ്പിക്കുവാൻ സാധിച്ചില്ല. അതിനാൽ അങ്ങുടൻ തന്നെ അവിടേക്ക് പോകണം. ഇത് കേട്ടതും നാരദനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ പോകാം, അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാരദര് എവിടേക്ക് പോകുന്നു? ത്രിപുരത്തിലേക്ക് പോകുന്നു. അങ്ങനെ ത്രിപുരത്തിലെത്തിയ നാരദ മഹർഷിയെ കണ്ട് 3 അസുരന്മാരും സ്വീകരിച്ച് ഇരുത്തി. കുശല പ്രശ്നങ്ങളെല്ലാം നടത്തി. അതിനുശേഷം നാരദൻ പറയുകയാണ്, അല്ലയോ അസുരന്മാരെ, നിങ്ങളുടെ പുരത്തിൽ എത്തിയിരിക്കുന്ന പുതിയ ഗുരുവിനെയും ശിഷ്യന്മാരെയും കാണുന്നതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പരമാത്മാവായ ആ ഗുരുവിൻ്റെ മഹാത്മ്യം എത്ര വർണ്ണിച്ചാലും മതി വരില്ല. അവരിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കുവാൻ കഴിയുന്നത് തന്നെ എൻ്റെ മഹാഭാഗ്യമായി കരുതുന്നു. അതിനാൽ നിങ്ങളും ഭിക്ഷ വാങ്ങുക. ഇങ്ങനെ ഈ നാരദൻ ഈ 3 ത്രിപുരന്മാരെയും, അതായത് 3 അസുരന്മാരെയും ത്രിപുരന്മാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കുകേട്ട ഈ അസുരന്മാർ 3 പേരും ഇവരുടെ ഈ മഹാവിഷ്ണു സൃഷ്ടിച്ച പുരുഷൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങി. അതോടുകൂടി അവരിതുവരെ ആർജിച്ചിരുന്ന പുണ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ മായയാൽ മോഹിതരാവുകയും ചെയ്തു. അതോടുകൂടി അവരുടെ ബുദ്ധിയൊക്കെ നശിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ശിവപൂജ വെടിഞ്ഞു, സ്ത്രീധർമ്മം വെടിഞ്ഞു. അതോടുകൂടി ത്രിലോകത്തിലും ദുരാചാരം നടമാടി. ഇതറിഞ്ഞ ബ്രഹ്മാവും മഹാവിഷ്ണുവും കൈലാസത്തിലേക്ക് എത്തിച്ചേർന്നു. ദേവന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവർ മഹേശ്വരനെ സ്തുതിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു, അതാ നോക്കൂ, ത്രിപുരന്മാർ, അവർക്കിപ്പോൾ ധർമ്മമില്ല, പുണ്യമില്ല, അവർ സനാതനധർമ്മം വെടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മഹാവിഷ്ണു മഹേശ്വരനോട് പറഞ്ഞു. മഹേശ്വരൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഇതെല്ലാം ശ്രീഹരി ഒപ്പിച്ച പണിയാണ് എന്ന് മഹേശ്വരന് മനസ്സിലാവുകയും, എന്നിട്ട് ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ് മഹേശ്വരൻ, എന്തായാലും അവർ ധർമ്മമൊക്കെ വെടിഞ്ഞല്ലോ, ഇനി അങ്ങ് തന്നെ അവരെ വധിച്ചേക്കുക എന്ന് ബ്രഹ്മദേവനോട് അല്പം ഒരു ഈർഷ്യയോടുകൂടി തന്നെയാണ് മഹേശ്വരൻ ചോദിച്ചത്. കാരണം ഇത്രയും കാലം ശിവപൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. പെട്ടെന്ന് തന്നെ മായയുടെ പ്രഭാവം കൊണ്ട് അവരെ ശിവഭക്തരല്ലാതാക്കി
തീർത്തു. അതുകൊണ്ടാണ് മഹേശ്വരൻ അങ്ങനെ ചോദിച്ചത്. ഉടൻ തന്നെ ബ്രഹ്മദേവൻ തൊഴുകൈയോടുകൂടി മഹേശ്വരനോട് പറയുകയാണ്, അങ്ങങ്ങനെ പറയരുത്, അങ്ങേക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ, ഞങ്ങൾക്കാർക്കും അത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അവർ വല്ലാതെ മറ്റുള്ളവരെ, ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു, മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ ഒരു വിധത്തിൽ മഹേശ്വരനെ ഒന്ന് പറഞ്ഞ് തണുപ്പിച്ചു. മഹേശ്വരന് ആ വാക്കുകളുടെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തിന് എല്ലാം അറിയാം. എങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഇങ്ങനെ ചെയ്തത്? കാരണം വേറൊരു നിവൃത്തിയില്ല, ഇവരെ വധിച്ചേ മതിയാവൂ. അതല്ലെങ്കിൽ ഇവർ എല്ലാ ലോകങ്ങൾക്കും ലോകവാസികൾക്കുമെല്ലാം ഉപദ്രവം ഉണ്ടാക്കും. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു കർമ്മം ചെയ്തത്. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മഹേശ്വരന് അറിയാം. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മഹേശ്വരൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, ബ്രഹ്മദേവ, അങ്ങും ശ്രീഹരിയും മറ്റുള്ള ദേവന്മാരും അങ്ങനെയാണ് കരുതുന്നത് എങ്കിൽ നാം അത് നിറവേറ്റി തരുന്നതാണ്. പക്ഷേ ബലവാന്മാരായ ത്രിപുരന്മാരെ വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അസുരന്മാരുടെയും ദേവന്മാരുടെയും സഹായം ഉണ്ടെങ്കിൽ കൂടിയും അവരെ വധിക്കുക അത്ര എളുപ്പമല്ല. എൻ്റെ പക്കൽ അതിനുള്ള ആയുധങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്ന് മഹേശ്വരൻ ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. ദിവ്യമായ രഥം, നല്ല തേരാളി, വിജയപ്രദമായ അമ്പും വില്ലും ഇവയൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് വധിക്കുന്നത് അവരെ എന്ന് മഹേശ്വരൻ ദേവന്മാരോട് ചോദിക്കുന്നു. അത് കേട്ട് ദേവന്മാരെല്ലാവരും ദുഃഖിച്ചു. അത് കണ്ട മഹാവിഷ്ണു പറയുകയാണ്, ദേവന്മാരെ, നിങ്ങളിപ്പോൾ നിരാശപ്പെടരുത്, ധൈര്യം നേടുക. അതാണ് ഇപ്പോൾ ആവശ്യം. നാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഉത്തമ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാൻ ശങ്കരനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഓം നമഃ ശിവായ എന്ന മന്ത്രം 1 കോടി തവണ ജപിക്കണം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ രുദ്രൻ നിറവേറ്റിത്തരും. ഇങ്ങനെ മഹാവിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു. അതനുസരിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവന്മാരുടെ ദൃഢമായ ഭക്തിയിൽ പ്രസന്നനായ മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ കൽപ്പിക്കുകയും ചെയ്തു. ഈ ത്രിപുരന്മാരുടെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നാണ് ദേവന്മാർ ആവശ്യപ്പെട്ടത്. ഭഗവാൻ ജഗദീശ്വരൻ ആ വരം നൽകി അനുഗ്രഹിച്ച ശേഷം ത്രിപുരന്മാരെ വധിക്കുന്നതിനാവശ്യമുള്ള സാമഗ്രികൾ തയ്യാറാക്കുവാനും തന്നോടൊപ്പം സഹായികളായി നിൽക്കണമെന്നും ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും തുടങ്ങിയ ദേവന്മാരോടും എല്ലാവരോടും മഹേശ്വരൻ ആവശ്യപ്പെട്ടു. ദേവന്മാർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ മഹേശ്വരൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് വിശ്വകർമാവ് ഉത്തമമായ ഒരു രഥം നിർമ്മിക്കുകയും ആ രഥത്തിൻ്റെ സാരഥി ആരാവുകയും ചെയ്തു? ബ്രഹ്മദേവൻ സാരഥി ആവുകയും ചെയ്തു. സകല ദിവ്യാസ്ത്രങ്ങളും സകല ദേവതകളും ആ രഥത്തിൽ ഉണ്ടായിരുന്നു. ബ്രഹ്മദേവൻ തേരു തെളിക്കുവാൻ തുടങ്ങി. ആ രഥത്തിൽ മഹേശ്വരൻ ഉപവിഷ്ടനാവുകയും ത്രിപുരങ്ങളെ നശിപ്പിക്കാനായി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ത്രിപുരങ്ങളുടെ സംഹാരത്തിനായി ശങ്കരൻ ആകാശത്ത് നിന്നു. 1000 വർഷം അങ്ങനെ അദ്ദേഹം അവിടെ കാത്തുനിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സമയമെത്തി. അതോടുകൂടി ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ത്രിപുരങ്ങൾ ഒന്നിച്ചു. ഭദ്രകാളിയെ കൊണ്ട് മഹേശ്വരൻ ഗണേശ പൂജ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് ആ 3 പുരങ്ങളും ഒന്നു ചേർന്ന് ഒരു നിലയിൽ ആയിത്തീർന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ പാശുപതാസ്ത്രം മഹേശ്വരൻ അയക്കുന്നു. ആ മുനയിൽ അഗ്നിദേവൻ പ്രതിഷ്ഠിതനായിരുന്നു. ആ ബാണം
ദൈത്യന്മാരെ നശിപ്പിച്ച് കളഞ്ഞു. പുരത്തോടൊപ്പം സകല അസുരന്മാരുടെയും കഥ കഴിഞ്ഞു. എന്നാൽ മയൻ മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ ത്രിപുരന്മാരെ ദഹിപ്പിച്ചതിനാൽ അന്നു മുതൽ മഹേശ്വരൻ ത്രിപുരാന്തകൻ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ച ശേഷം ഭഗവാൻ അവരെ അനുഗ്രഹിച്ചതിനു ശേഷം കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഹരേ കൃഷ്ണ. നമ്മൾ ശിവസഹസ്രനാമമൊക്കെ ജപിക്കുന്ന സമയത്ത് ഓം ത്രിപുരാന്തകായ നമഃ എന്ന് ജപിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങനെ വിളിക്കുന്നത് എന്ന് മനസ്സിലായോ? ഇന്നത്തെ ദിവസം ഈ കഥയും കൂടി കേട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.